നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ അവരുടെ പുതിയ ബ്രസീലിയൻ സൂപ്പർ താരം ജാവോ പെഡ്രോയുടെ 2 കിടിലൻ ഗോളുകൾ. ജാവോ പെഡ്രോ മുൻ ഫ്ലുമിനൻസ് താരം കൂടിയാണ്. തൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബിനെതിരെ അദ്ദേഹത്തിൻ്റെ 2 കിടിലൻ ഗോളുകൾ. അങ്ങനെ ആ 2 ഗോളുകൾക്കാണ് ചെൽസി ഫ്ലുമിനൻസിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ജാവോ പെഡ്രോയും പെഡ്രോ നെറ്റോയും എൻകുങ്കുവുമാണ് ഒരുമിച്ചിറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഡോണരിയാസും ക്യാനോയും നൊനാറ്റോയും ഒക്കെ ചേർന്നുകൊണ്ട് ഫ്ലുമിനൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. ഫ്ലുമിനൻസിൻ്റെ ഡിഫൻസിൽ തിയാഗോ സിൽവ മുൻ ചെൽസി താരമുണ്ടായിരുന്നു. ഏതായാലും കളിയിൽ ചെൽസിയുടെ തന്നെ ആധിപത്യമാണ് നമ്മൾ കണ്ടത്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ചെൽസിക്കെതിരെ വളരെ വെറ്ററന്മാർ നിറച്ചുകൊണ്ടാണ് ഫ്ലുമിനൻസ് കളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. ഫ്ലുമിനൻസിൻ്റെ താരങ്ങളൊന്ന് നോക്കുക. അവരുടെ സെൻറ്റർ ബാക്കുമാർ, ഒരാൾ 40 വയസ്സ്, ഒരാൾ 35 വയസ്സ്. അവരുടെ ഗോൾ കീപ്പറുടെ പ്രായം 44 വയസ്സ്, ഒരു സ്ട്രൈക്കറുടെ പ്രായം 37 വയസ്സ്. അങ്ങനെ കുറച്ച് വെറ്ററന്മാരെ വെച്ചുകൊണ്ടാണ് ഫ്ലുമിനൻസ് കളിച്ചതെങ്കിൽ ചെൽസിയുടെ ടീമിൻ്റെ ആവറേജ് പ്രായം വളരെ കുറവായിരുന്നു. അവരുടെ ഏറ്റവും പ്രായം കൂടിയ താരം, സ്റ്റാർട്ടിംഗ് 11-ലെ ഏറ്റവും പ്രായം കൂടിയ താരം എൻകുങ്കു ആയിരുന്നു, 27 വയസ്സ്. അപ്പം അറിയാമല്ലോ, ഒന്ന് വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ടീം, ഒന്ന് വളരെ വെറ്ററൻസ് നിറച്ച ടീം. ഏതായാലും ഫ്ലുമിനൻസ് അവരുടേതായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തി പൊരുതി നിന്നിട്ടുണ്ട്. പക്ഷേ 2 കിടിലൻ ഗോളുകൾ. ജാവോ പെഡ്രോ 18ാമത്തെ മിനിറ്റിൽ സൂപ്പർ ഗോൾ അടിക്കുന്നു. പിന്നാലെ രണ്ടാം പകുതിയിൽ 86ാമത്തെ മിനിറ്റിൽ മനോഹരമായ മറ്റൊരു ഗോൾ കൂടി അദ്ദേഹം നേടി. അതോടുകൂടി ഏകപക്ഷീയമായ 2 ഗോളിന്റെ വിജയം ചെൽസി സ്വന്തമാക്കിക്കൊണ്ടിതാ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.